കുറഞ്ഞ ചേരുവകൾ കൊണ്ട് അടിപൊളി ടേസ്റ്റിൽ ഒരു കക്കത്തോരൻ. നമ്മൾ ഈ കക്കത്തോരനിൽ കുറേ സവാളയും കുറേ മസാലകളൊക്കെ ഇട്ട് വെക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കക്കയിറച്ചിയുടെ ആ ഒരു ഫ്ലേവർ ആ ഒരു തോരനിൽ കിട്ടില്ല. അതുകൊണ്ട് തന്നെ കുറഞ്ഞ ചേരുവകൾ ചേർത്ത് സിമ്പിളായിട്ടും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടും ഉള്ളൊരു റെസിപ്പിയാണ്. എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. കക്കത്തോരന് വേണ്ടി ഇവിടെ 1/2 കിലോ കക്കയിറച്ചിയാണ് എടുത്തിട്ടുള്ളത്. വൃത്തിയാക്കി കഴുകിയെടുത്ത കക്കയിലേക്ക് ഉപ്പും നാരങ്ങാനീരും ചേർത്ത് ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം വീണ്ടും നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുള്ള കക്കയിറച്ചിയാണ്. ഇതിലേക്ക് തേങ്ങയും കൊച്ചുള്ളിയും വെളുത്തുള്ളിയും പച്ചക്കുരുമുളകും ഇഞ്ചിയും ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. കക്കയിറച്ചി വൃത്തിയാക്കിയതിന് ശേഷം മഞ്ഞൾപ്പൊടിയും വിനാഗിരിയും ചേർത്തും കഴുകിയെടുക്കാറുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കക്കത്തോരനിൽ സവാള അരിഞ്ഞ് ചേർക്കുന്നില്ല, നമ്മൾ കൊച്ചുള്ളിയാണ് ചതച്ച് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായി 2 പഴുത്ത തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു കക്കത്തോരൻ റെഡിയാക്കി എടുക്കാൻ പറ്റും. വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് അടിപൊളി ടേസ്റ്റിൽ സിമ്പിളായിട്ട് നമുക്ക് കക്കത്തോരൻ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഈ ഒരു കക്കയിറച്ചി വെന്ത് കിട്ടാൻ വേണ്ടി മാത്രം കുറച്ച് വെള്ളവും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാം. കക്കത്തോരനിലെ വെള്ളമൊക്കെ അങ്ങനെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വെള്ളമൊക്കെ വറ്റി കക്കത്തോരൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കുറഞ്ഞ ചേരുവകൾ കൊണ്ട് സിമ്പിളായിട്ടുള്ളൊരു കക്കത്തോരൻ, നല്ല ടേസ്റ്റിയും ആയിട്ടുള്ളൊരു കക്കത്തോരനാണ്. ഈ ഒരു കക്കയിറച്ചിയിൽ കുറേ സവാളയും കുറേ മസാലകളും ഒക്കെ ഇട്ട് നമ്മൾ ഈ ഒരു തോരൻ വെക്കുവാണെങ്കിൽ ആ ഒരു കക്കയിറച്ചിയുടെ ഫ്ലേവർ നമുക്ക് കിട്ടില്ല. ഇത് നമ്മൾ സിമ്പിളായിട്ട് കുറഞ്ഞ ചേരുവകൾ കൊണ്ട് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയ ഒരു കക്കത്തോരൻ്റെ റെസിപ്പിയാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.